ഹായ് ഹലോ, വിഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക്, നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മോഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആരെ വെച്ച് വേണമെങ്കിലും കാണാം, ഇത് എപ്പോൾ വേണമെങ്കിലും കാണാം, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങളൊക്കെ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്നും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം. നമ്മൾ ചെയ്യുന്നുണ്ട്, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് ഹായ് എന്ന് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ലിമിറ്റഡ് ആയിട്ടുള്ള റീഡിങ്സ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ മാത്രം വരാം. പിന്നെ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും. സന്തോഷിപ്പിച്ച് വിടലല്ല, നിങ്ങളുടെ ചോദ്യത്തിന് എന്താണോ ഗൈഡൻസ് വരുന്നത് അതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. മറ്റുള്ളവരെ പോലെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. താല്പര്യമുള്ളവർ മാത്രം റീഡിങ്ങിന് വന്നാൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക, നല്ലപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളുടെ വീഡിയോ തുടർന്ന് കാണാം. ഓക്കെ. പിന്നെ നമ്മൾ ഇതേ സമയം തന്നെ മറ്റേ ചാനലിലും വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ ടൈറ്റിലിലോ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. അതേപോലെ മറ്റേ ചാനലിൽ ചെയ്യുകയാണെങ്കിലും ഈ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോഴാണ് വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്താണ്. ബ്രീത്ത് ഔട്ടൊക്കെ എടുത്തിട്ട് എനർജി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ നേരെ റീഡിങ്ങിലോട്ട് പോവാണ്. ഒന്ന്, ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി, അവർ നിങ്ങളെ മോഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഈ കാർഡ് കൂടുതലും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് വന്നിട്ട്. അവർ നിങ്ങളെപ്പറ്റി തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. 1 എന്നൊരു നമ്പർ വരുന്നുണ്ട്, 11 എന്നൊരു നമ്പർ വരുന്നുണ്ട്, 9 റിപ്പീറ്റായിട്ട് വരുന്നു, പിന്നെ വരുന്നുണ്ട് 9, 6, 3, 10. ഇത്രയും നമ്പേഴ്സ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ നമ്പേഴ്സ് നിങ്ങളുടെ വ്യക്തിയുടെയോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആകാം, നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റ് ആകാം, അല്ലെങ്കിൽ ഇനി കണ്ടുമുട്ടാൻ പോകുന്ന ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറായിരിക്കാം. ഈ നമ്പേഴ്സിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പ്രാധാന്യമുണ്ട് ഈ നമ്പേഴ്സിന്. ഓക്കെ. ലിബ്ര, സ്കോർപിയോ, പൈസസ്. ലിബ്രയൊക്കെ റിപ്പീറ്റ് ആവുന്നുണ്ട്, സ്കോർപിയോ റിപ്പീറ്റ് ആവുന്നുണ്ട്, പൈസസും വരുന്നുണ്ട്, വീണ്ടും വെർഗോ, ജെമിനി, ലിബ്ര. ഇത്തരം സോഡിയക് സൈനും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവരുടെ ആയിരിക്കാം. ഈ സോഡിയക് സൈൻ എന്തോ റിലേറ്റഡ് ആണ് നിങ്ങളായിട്ട്. ഓക്കെ. അപ്പോൾ അവർ മോഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരൊരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ തരത്തിലുള്ളത്, ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ്, ലെസ് കമ്മ്യൂണിക്കേഷൻ, ഇത്തരം സിറ്റുവേഷൻ ആയിരിക്കാം. ഇതിനുള്ള കാരണം തേർഡ് പാർട്ടി, ബ്ലാക്ക് മാജിക്, നെഗറ്റീവ് എനർജീസ്, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, ജാതി, മതം, ലോങ് ഡിസ്റ്റൻസ്, ഏജ് ഡിഫറൻസ്, അങ്ങനെ എന്തും വരാം. എന്താണെങ്കിലും ഈ ഒരു സമയത്ത് അവർ എല്ലാ തരത്തിലും നിങ്ങൾ എന്തുമാത്രം അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. എല്ലാ തരത്തിലും ഇതുവരെ അവർ ലഭിച്ചിട്ടില്ലാത്ത ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് അവരിപ്പോൾ അറിയുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ വിരഹമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവാനുള്ള ഒരു സാധ്യതകൾ, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ടാകാം. ഒരു ഫാമിലിക്ക് ആയി കഴിഞ്ഞിട്ട് ഒരു പ്രപ്പോസൽ, മാരേജ്, അങ്ങനെ ഒത്തിരി പ്ലാനുകൾ നിങ്ങളുടെയും അവരുടെയും ഉള്ളിലുണ്ടാകാം. നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവാം. വീണ്ടും പണ്ടത്തെ പോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന് അവരും ചിന്തിക്കുന്നുണ്ട്, നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകാം. ഓക്കെ. അപ്പോൾ അവർ നിങ്ങൾ ഒരുപാട് മോഹിക്കുന്നുണ്ട്. പുതിയൊരു തുടക്കങ്ങൾ, കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതകൾ പറയുന്നുണ്ട്. ഒരുപാട് പോസിബിലിറ്റീസ്. ഇപ്പോൾ നമ്മളത് വേണ്ട എന്നാണെങ്കിലും അത് നമ്മുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയാണ്, അയാൾ വീണ്ടും നമ്മളിലേക്ക് വരണം, നമ്മളിലേക്കുള്ള കർമാസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പൂർത്തിയാവാനുണ്ടെങ്കിൽ നമ്മൾ എത്ര വേണ്ട എന്ന് വിചാരിച്ച് മാറിപ്പോയാലും അത് വരും. ഒരുപാട് ഒട്ടനവധി സാധ്യതകൾ വരുന്നുണ്ട്. നിങ്ങളുടെ ആ നിഷ്കളങ്കമായ എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ്, അപ്പോൾ അതിലെന്തെങ്കിലും മറ്റ് തേർഡ് പാർട്ടിയിലോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഒരുപാട്
സന്തോഷം വരുന്നതായിട്ടും പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴത്തെ ലൈഫിനെ വിശ്വസിക്കുക. കാരണം ഇപ്പോൾ നമ്മളിൽ എന്ത് നടന്നാലും അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിനൊരു കാരണം ഉണ്ടാവും. അത് മാറിക്കോളും. ഒരു നല്ല കാലം ചീത്തകാലം വരും എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കില്ല, സഡൻലി ആയിരിക്കാം. നിങ്ങളത് തന്നെ വിചാരിച്ചിരുന്ന് നോക്കി നിങ്ങൾക്ക് അതിലൊരു പ്രതീക്ഷയൊക്കെ പോയി നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ സഡൻലി സംഭവിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ എല്ലാം നടക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്തതും വളരെ പെട്ടെന്ന് നമുക്കൊരു സർപ്രൈസ് പോലെ സംഭവിക്കാം. നമ്മളെ ട്രസ്റ്റ് ചെയ്യുക, എന്തിനൊരു കാരണം ഉണ്ടാവും എന്ന് വിശ്വസിക്കുക. ഒരു ജസ്റ്റിസ് എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഈ കാർഡിൽ വരുന്നുണ്ട്. ഒരു ട്രൂത്ത്, നിങ്ങളുടെ സത്യം ഏത്, മിഥ്യ ഏത് എന്നൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു ബന്ധം ഒരു ബാലൻസിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും ഇപ്പോൾ ഡിവോഴ്സ് അങ്ങനെ നിയമപരമായിട്ടുള്ള വല്ല കുരുക്കുകൾ കാര്യങ്ങളിലൊക്കെ പെടുന്നവരാണെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അതിലൊരു സൊല്യൂഷനിലോട്ട് കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുന്നതായിട്ടും കാർഡുകളിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള ഒരു ഇഷ്യൂ കൂടുതലും ഒരു കമ്മിറ്റ്മെൻറ്റ് കുറവായിരിക്കാം. ഫോൺ വിളികൾ, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് മറ്റ് കാരണങ്ങളും ഉണ്ടാകാം. ഒരു മടിയാണ് ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിൽ. കാരണം നിങ്ങളുടെ കൂടുതലും വിവാഹേതര ബന്ധങ്ങളായിരിക്കാം. ഇതിനു മുമ്പുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണ പരാജയമായിട്ടുണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെയും സംശയത്തോടു കൂടിയായിരിക്കാം നിങ്ങൾ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അവർ നോക്കിക്കാണുന്നത്. ഇവരും എന്നിൽ നിന്ന് വിട്ടുപോകുമോ, എനിക്ക് പണ്ടത്തെ പോലെ തന്നെ വീണ്ടും, അങ്ങനത്തെ ഒരുപാട് പേടി കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കോ അവർക്കോ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് ആങ്സൈറ്റിയാണ്, ഒരു ഡിപ്രഷൻ മോഡിലാണ് പോകുന്നത്. സാഡ്, രാത്രിക്ക് ഒരുപാട് സ്വപ്നം കാണുക, അങ്ങനെ എല്ലാ തരത്തിലും ഇതിലെ ഈ ഒരു ബന്ധത്തിലുള്ള ഒരു പ്രതീക്ഷയൊക്കെ നശിച്ച് കരഞ്ഞ് വിഷമിച്ച് അവരുടെ മെസ്സേജ് ഉണ്ടോ, കോളുണ്ടോ, അവർ ബ്ലോക്ക് ചെയ്തോ മാറ്റിയോ, അവരുടെ DP എന്താ എന്നൊക്കെ നോക്കിയിരിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങളുടെ ഇപ്പോഴും. എന്താ പറയുക, ഒരു ഇൻസോമാനിയ സ്റ്റേജ്. ഓക്കെ, പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയധികം പ്രിയപ്പെട്ടതാകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളും അവരും തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരിക്കാം. മെഡിറ്റേഷൻ, എന്താ പറയുക, ഭക്തിമാർഗം, അത്തരം കാര്യങ്ങളിൽ കൂടെ പോകുന്നതായിരിക്കാം. കൂടുതൽ യൂണിവേഴ്സിനെ വിശ്വസിച്ച് അതിലോട്ട് പോകുന്ന ഒരുപാട് ടാരറ്റ് റീഡിങ് കാണുന്ന അത്തരം സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. നിങ്ങൾ ഏകദേശം എന്താണ് ഇതിൻ്റെ ഒരു പർപ്പസ്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ വ്യക്തിയോട് ഇത്ര ഇത് എന്നൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഒക്കെ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഏതൊരു നോ കോണ്ടാക്റ്റ് ആണ്, എന്തൊരു കണ്ടീഷൻ ആണെങ്കിലും അവർ നിങ്ങളവിടെ മോഹിച്ചിരിക്കുകയാണെങ്കിലും നിങ്ങളിവിടെ അവരെ മോഹിച്ചിരിക്കുകയാണെങ്കിലും നിങ്ങൾ ആ മോഹിക്കുന്നതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകുന്നു. അതുവഴി നിങ്ങൾക്കൊരു സംതൃപ്തി ലഭിക്കുന്നു. വെറും തൃപ്തിയല്ല, സംതൃപ്തി. ഇമോഷണലി ഒരു സ്റ്റേബിലിറ്റി വരുന്നു. ഒരു ആഡംബരമായിട്ടുള്ള ഒരു ലൈഫിലോട്ട് എല്ലാം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നമ്മളിലേക്ക് നടക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മറക്കരുത്. കാരണം നമുക്ക് അതിനു മുമ്പ് നമ്മുടെ യൂണിവേഴ്സിനോട് ഭയങ്കര വിളിയായിരിക്കും. കാര്യം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യൂണിവേഴ്സ് വലിയ കാര്യമായിട്ട് വേണ്ട. അപ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാവരും അനുഗ്രഹങ്ങൾക്കും, അതിപ്പോൾ എന്താ പറയുക, ലോട്ടറി അടിച്ചോ വഴി കിടന്നോ എങ്ങനെ ഒരു കാശ് കിട്ടിയാലും അത്രയല്ലേ കിട്ടിയുള്ളൂ എന്ന് ചിന്തിക്കല്ല. അതൊരു ജോലിയാണെങ്കിൽ എന്താണെങ്കിലും ആ കിട്ടിയതിന് നന്ദി പറയാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരുപാട് മുന്നോട്ട് ലഭിക്കുമെന്ന് വിശ്വസിക്കാം. ഓക്കെ, നിങ്ങൾ ഈ വ്യക്തിയൊക്കെ ആയിട്ട് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടാവും, ഏജ് ഡിഫറൻസ് ഉണ്ടാവാം, ജാതി മതം, അങ്ങനെ ഒരുപാട് ഇഷ്യൂ ഉണ്ടാവും. ഒരുപാട് ഡിഫറൻസുകൾ നിങ്ങൾക്കിടയിൽ നിറത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ജാതിയിലായിരിക്കാം, ഹൈറ്റ്, വെയ്റ്റ്, അങ്ങനെയൊക്കെ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതിലായിരിക്കാം രണ്ടുപേരും. പിന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഒരു നൊസ്റ്റാൾജിയ ഫീൽ അടിക്കുന്നുണ്ടാവാം. ഇവരെനിക്കറിയാം എന്നൊരു മൈൻഡ് സെറ്റ്. ഇവരെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ തന്നിട്ടുണ്ടാകാം. ഒരുപാട്, ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാവാം. എല്ലാ തരത്തിലും ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കാര്യങ്ങൾ ലഭിച്ച് വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതിനിടയ്ക്ക് സംതിങ് ഇതേപോലെ തന്നെ ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് തന്നെയാണെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരുമെന്ന് തന്നെ വിശ്വസിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒരു ഹൃദയം തകർന്ന അവസ്ഥ, ഒരുപാട് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്നൊരവസ്ഥ, ജോലിയോ ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് ഇമോഷണലി വേദനകളുള്ളൊരു സമയം, ഒരുപാട് എന്താ പറയുക, ഒരു ഡിവോഴ്സിൻ്റെ വക്ക്, ഒരു പൂർണ്ണ പരാജയം, ഒരു ഡിപ്രഷൻ, ഈ ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കാം നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള വ്യക്തിയും അത്തരം അവസ്ഥയായിരിക്കാം. പിന്നെ
നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളെ ഇത്തരത്തിൽ മാറ്റുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതിലൊരു ടോട്ടൽ ലവ്, സപ്പോർട്ട്, നിങ്ങൾ ആ സ്വപ്നം കണ്ടത് എന്താണോ അതുപോലെ ഒരു ഫാമിലി ആയിട്ട് ഒരുപാട് ഒരു അലൈൻമെൻറ്റിലേക്ക് നല്ല രീതിയിൽ ബ്ലിസ്ഫുള്ളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് ഒരു ഹാർമണിയിലേക്ക് ഈ ബന്ധം വളരെ പെട്ടെന്ന് വരുന്നുണ്ട്. ഒരു ഡിവൈൻ ലവ് പോലെ ഒരു 10 ഓഫ് കപ്പൊക്കെയാണ്. എല്ലാ സ്ഥലത്തിലും ഒരു പൂർത്തീകരണമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകുന്നു. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് കുറച്ച് കുശുമ്പും അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ കുശുമ്പൊക്കെ തോന്നുന്നുണ്ട്. അവർ വളരെ ഓവർ ആക്റ്റീവായിട്ടുള്ള ഒരു ടൈം കാര്യങ്ങളായിരിക്കാം ഇപ്പോൾ. ഓക്കെ, അതേസമയം ഈ പറഞ്ഞ പോലെ തന്നെ വിഷമം കാര്യങ്ങളും നിങ്ങളെ തന്നെ ചിന്തിച്ചിരിക്കുന്ന അവസ്ഥ കാര്യങ്ങളെയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ പറയുന്നത്, അവർ നിങ്ങളെ മോഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും 11 കാർഡ് ഇട്ടതിന് അവർ നിങ്ങളെ മോഹിക്കുന്നു. അവർക്ക് ഒരു റീയൂണിയന് വേണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഈ റീയൂണിയൻ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു പിടിച്ചിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ എനർജി ചേഞ്ച് ചെയ്യുക, കാര്യങ്ങളെ മനസ്സിലാക്കുക, യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക, നെക്സ്റ്റ് സൊല്യൂഷൻ നോക്കിയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ കാര്യങ്ങൾ വർക്കാവും. അവിടെ തന്നെ കരഞ്ഞിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഡയറക്റ്റ് ഗൈഡൻസ് നോക്കാനാണ്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് എടുക്കാം. നമ്മൾ മറ്റേ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് നോക്കാവുന്നതാണ്. പുതിയ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പറയാം. പിന്നെ പേഴ്സണൽ ലേണിംഗ് അവൈലബിൾ ആണ്. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയട്ടോ, താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. കാരണം ഞാൻ സന്തോഷിപ്പിക്കാനല്ല ഇരിക്കണം. നിങ്ങൾക്ക് ആ ഗൈഡൻസ് തന്ന് നിങ്ങളുടെ ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഒരു ഗൈഡൻസ് നേടാൻ വരുമ്പോൾ അത് ശരിയാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മളത് എടുക്കണം. അല്ലാതെ പിന്നെ വെറുതെ പോയി ഡെയിലി പോയി എടുത്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കുറേ പ്രവർത്തിക്കണം. നമ്മുടെ എനർജി ചേഞ്ച് ചെയ്യുന്നത് നമ്മളാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ നോക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് മറ്റു ടോപ്പിക് ഉണ്ടെങ്കിൽ പറയാം. നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം വിഷാനി.